ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാളം കേരള പാഠാവലിയിലെ പാർട്ട് 1 കേട്ടോ. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കനകച്ചിലങ്ക എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാർട്ട് എടുക്കാനുള്ളത് ഇതാണ് കഥ കസ്തൂരി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ കഥ കസ്തൂരി. ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ. ഇനി മറ്റൊരു കഥ നമുക്ക് വായിക്കാം. ആ നെയ്യപ്പത്തിന്റെ കഥ അല്ലെ. നമ്മള് ഒരു കാക്കക്ക് മാലിങ്കായ പോയത്തപ്പോ കാക്കക്ക് വായ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ നമ്മൾ പറഞ്ഞില്ലേ. അത് അപ്പൊ ഇനി വേറൊരു കഥ നോക്കാം നമുക്ക് അല്ലെ. ആനയും അണ്ണാറക്കണ്ണനും. ഓക്കെ, ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വന്നു. അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. അണ്ണാന്റെ പ്ലാവിൽ വെള്ളം ഒഴിച്ചില്ല. ആനാണ് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കൂലെ. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതി മൂത്ത്. ആന കാണാതെ അണ്ണാൻ എന്താക്കി, പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു അല്ലെ. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പൊ ആനന്റെ ചക്കയാണ് ഉണ്ടായതിൽ. ആനന്റെ പ്ലാവ് വലുതായി, അതിൽ ചക്ക ഉണ്ടായി. അത് കണ്ടിട്ട് അണ്ണാനെ കൊതി മൂത്തില്ലേ. അപ്പൊ ഇങ്ങോട്ട് ആന കാണാതെ അണ്ണാൻ എന്താക്കി, പ്ലാവിൽ കയറി ഒരു ചക്ക അങ്ങോട്ട് തിന്നു അല്ലെ. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ. അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. അപ്പൊ ആന ചക്കപ്പുറത്തുമ്പോ നോക്കിയപ്പോ, പ്ലാവുമ്പോ നോക്കിയപ്പോ ചക്ക കാണില്ല ഒന്നുമില്ലേ. അണ്ണാനോടൊന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, നീ എന്റെ ചക്ക തിന്നോന്ന് ചോദിച്ചില്ലേ. തിന്നൂലോ, ചിൽ ഞാനൊരു ചക്ക തിന്നൂലോ എന്ന് പറഞ്ഞില്ലേ. അണ്ണാൻ പറഞ്ഞില്ലേ. ആനക്ക് ദേഷ്യം വന്ന് അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറാണ്ട് കൊടുത്തു. അപ്പൊ അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തില്. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ എണ്ണയും തേച്ചു ചിൽ എന്ന് പറഞ്ഞ്. എന്റെ ചക്കയും തിന്നുണ്ട്, പിന്നെ എണ്ണയും തേച്ച് പറഞ്ഞ്. ആന വിളിച്ചു പറഞ്ഞപ്പോ എണ്ണക്കുടത്തിലാ വന്ന് വീണല്ലേ. അപ്പൊ എണ്ണയും മേലൊക്കെ തേച്ച് പറഞ്ഞേ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നത്. കളിയാക്കുന്ന മാതിരി അല്ലേ, നമുക്ക് വേണമെങ്കിലും തോന്നൂലേ അല്ലെ. കളിയാക്കണ മാതിരി വേറൊരാളുടെ അവൻ തിന്നതും പോരാ, അവൻ കളിയാക്കുന്ന മാതിരി വർത്താനവും പറയാം അല്ലെ. അപ്പൊ ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു അല്ലെ. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറൊന്നും കൂടി അല്ലെ. അണ്ണാൻ ചെന്ന് വീണ പ്രാവശ്യം എവിടെയാണ്, ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറയാണ് കേട്ടോ, നിന്റെ ചക്കയും തിന്നു ചിൽ എണ്ണയും തേച്ചു ചിൽ വാഗയും തേച്ചു ചിൽ വാഗയും തേച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവന് പിന്നെയും ഇങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ ആനയ്ക്ക് പിന്നെ ഒരുപാട് ദേഷ്യം വന്നു അല്ലെ. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ പിന്നെ ആട്ട് എറിഞ്ഞില്ലേ. അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തില്. താളിപ്പാത്രത്തിലാട്ട് വീണില്ലേ. താളി അറിയാലോ അല്ലെ, ചെമ്പരത്തിനോടൊക്കെ താളിണ്ടാക്കല്ലേ. അപ്പൊ ആ താളിപ്പാത്രത്തിലാട്ട് വീണില്ലേ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറയാണ് കേട്ടോ, നിന്റെ ചക്കയും തിന്നു ചിൽ എണ്ണയും തേച്ചു ചിൽ വാഗയും തേച്ചു ചിൽ താളിയും തേച്ചു ചിൽ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആനക്ക് പിന്നെ ഒരുപാട് ദേഷ്യം വന്നല്ലേ. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. പിന്നെ ആന എന്താക്കി, അണ്ണാനെ എടുത്ത് ഒറ്റ ഏറ് കണ്ടെറിഞ്ഞില്ലേ. അണ്ണാൻ ചെന്ന് വീണത് ഒരു കുളത്തിലും. ഇപ്പൊ പ്രാവശ്യം വന്ന് വീണ എവിടെയാ, ഒരു കുളത്തില്. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറയാട്ടോ, നിന്റെ ചക്കയും തിന്നു ചിൽ എണ്ണയും തേച്ചു ചിൽ വാഗയും തേച്ചു ചിൽ താളിയും തേച്ചു ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ അല്ലെ. ഇപ്പൊ കുളിക്കുകയും ചെയ്തു അല്ലെ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നില്ലേ. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ കൊമ്പിലോ. അപ്പൊ അണ്ണാൻ വന്ന് വീണപ്പോ എവിടെയാണ്, ആനന്റെ പ്ലാവിന്റെ കൊമ്പില്. ആന നട്ടിന്റെ പ്ലാവില്ലേ, അതിന്റെ കൊമ്പില്. അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറയാട്ടോ, നിന്റെ ചക്കയും തിന്നു ചിൽ എണ്ണയും തേച്ചു ചിൽ വാഗയും തേച്ചു ചിൽ താളിയും തേച്ചു ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പൊ ഈ അണ്ണാനെ എന്താ ചെയ്യുക, എറിയുന്നൊക്കെ ഓന് നല്ലതാണ് അല്ലെ. ഇനിയിപ്പൊ ഈ അണ്ണാനെ എന്താ ചെയ്യാന്ന് ആന വിചാരിക്കുകയാണ് അല്ലേ. അപ്പോ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനിയിപ്പോ എന്താ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണല്ലേ നമ്മൾ ആന. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞേ. ഇത്തരം കഥകളിൽ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന നല്ല ചിരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലെ, അതെന്തൊക്കെയാണ്? നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാലേ. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കേൾക്കുക. കേട്ട് കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് കേട്ടാ.
കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക. ഓക്കെ, കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ എന്താ റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിച്ചു നോക്കൂ. പാവനാടകം കേട്ടില്ലേ? ആ പാവനാടകമായിട്ട് അവതരിപ്പിക്കുക കേട്ടോ. ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കുക. ഇനി അപ്പൊ ഈ സ്റ്റോറി ഇഷ്ടമായി എല്ലാവർക്കും? ഇനി അടുത്ത് നോക്കിയാൽ ഒളിച്ചു കളിയാണ് കേട്ടോ. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? നമ്മളങ്ങനെ കളിക്കാനൊക്കെ ഉണ്ട് അല്ലെ? കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്താൻ രസമാണ് കേട്ടോ, രസകരമാണ്. ആരെ കുറിച്ചാണ് ഈ കവിത എന്ന് കണ്ടെത്താനാണ്. നോക്കാം, നമുക്ക് ഇത് ആരെ കുറിച്ചാണ് നോക്കാം. തളിർത്തുലഞ്ഞു നിന്നീടും തരുക്കൾ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണുമാർക്കാം ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്ര രൂപനാരിവൻ. ആരാണ്? കുമാരനാശാനാണ് ഇത്. കുമാരനാശാനാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലെ, പുഷ്പവാടിയില്. അപ്പൊ ഈ കവിത ഒന്ന് താളം വിട്ട് ചെല്ലുക. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥമൊക്കെ നികണ്ടു നോക്കി കണ്ടെത്തുക. തളിർത്ത്, ഉലഞ്ഞ്, തരുക്കൾ, ശാഖ, രശ്മി, അർക്കൻ, ബിംബം, വിചിത്രരൂപം അല്ലെ, ഇതിനൊക്കെ എന്താണ് അർത്ഥം എന്താക്കുക നിങ്ങൾ കണ്ടുപിടിക്കുക. കവിതയ്ക്ക് എന്ത് പേരിടും? കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയാം. അപ്പോ ഇവിടെ എന്താണ് നോക്കിയേ, നിങ്ങൾ കണ്ടുപിടിച്ചോ ആരാന്നുള്ളത്? എന്താണ് ഇതിൽ വരുന്നത്? ഈ വിചിത്ര രൂപൻ ആരാണ്? ചലന്തിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? എന്താന്നുള്ളത് നിങ്ങൾ വേഗം കണ്ടുപിടിച്ച എന്താന്നിട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്ന ഇഷ്ടമായല്ലോ അല്ലെ? പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട് അല്ലെ? ഇതൊന്ന് വായിച്ചു നോക്കൂ. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേര കായലേതൻ തെന്നിത്തിരി പൂവേ ഇത്തിരി പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം, നീലക്കായലിളകും വഞ്ചിയിലാളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേറ്റൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രകലരൂപം ചന്ദ്രകലരൂപം, ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടു കിട്ടാത്തി കനലേ തൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. പ്രഭാവർമ്മ എഴുതിയതാണ് അല്ലെ. തീരം കാണാതെ കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് അല്ലെ. കായലിനും ആകാശത്തിനും തമ്മില് ചേർച്ചയുണ്ടോ? എന്ത് തോന്നുന്നു? ചന്ദ്രകല ആകാശത്തിലെ തോണിയാണെന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ചന്ദ്രകല എന്താണ് ആകാശത്തെ തോണിയാന്ന് പറയാൻ കാരണം എന്താണ്? ഇതാണ് ചന്ദ്രൻ അല്ലെ. ചന്ദ്രകല ആകാശത്തെ തോണിയാന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അത് പറയാൻ എന്താണ് കാരണം എന്നാ ചോദിച്ചത്. മാനത്ത് തീയും പുകയും ചൂടും ഇല്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം അല്ലെ. നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? നക്ഷത്രം എന്ന് ഉത്തരം കിട്ടുന്ന വേറൊരു കടങ്കഥകൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ. അതൊന്ന് എഴുതുക. ഓക്കെ, ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലി തന്നല്ലോ. അവയോട് ഉത്തരം കണ്ടെത്താനായോ നിങ്ങൾക്ക്? അതിനൊക്കെ ഉത്തരം കണ്ടെത്താനായോ? മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കുക. കൂട്ടുകാരുമായി പങ്കിടുക കേട്ടോ. ഈ ദൃശ്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ എന്താക്കുക, ഒരു കടങ്കഥ നിർമ്മിച്ചിട്ട് എന്താക്കുക, കൂട്ടുകാരായി പങ്കിടുക. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ നോക്കുക. ഓക്കെ, കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക കേട്ടോ. അതിന്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്